എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ടാട്ടാ. ഇവിടെ ഞാനിപ്പോൾ ഒരു ഗുരുദ്വാരല്ല അവിടെ നിന്ന് രാത്രി നിന്നിട്ട് നടന്ന കണ്ടില്ലേ ഈ ഗുരുദ്വാരയിൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ എൻ്റെ 5 മണിക്ക് ഗംഭീര മഴ. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അലറ വെച്ച് എൻ്റെ അല്ലാട്ടാ, ഇടി വെട്ടണ സൗണ്ട് ഇട്ടിട്ട് എൻ്റെ ഗംഭീര മഴ നടന്നു. അങ്ങനെ ഇപ്പോൾ സമയം 10 മണിയായി. എൻ്റെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നിന്നുണ്ട്. ഇപ്പോൾ ഒന്ന് പറ്റി ശമനം അതിന് പുഴുകി തുടങ്ങിയിട്ടുണ്ടും വേറെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് പോകാന്നുള്ള പരിപാടി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലെ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഷൂ ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് നടന്നേ. ഒരു മിനിറ്റ് കേട്ടോ. ഹായ് വേറെ അങ്ങനെ ഷൂ വെച്ചിട്ട് നടന്ന ഷൂ ഫുള്ള് നനഞ്ഞ് പിണ്ടി പരിവായി. ഷൂ ഒന്നിനും പറ്റില്ല നല്ല ഗൈൻറ്റി കണ്ടില്ലേ, ഫുള്ള് നനഞ്ഞ് ഇന്നലെ നോക്കാണ്ട് ഈ കിട്ടിയ പണിയാണ്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അങ്ങനെ ഞാൻ മെല്ലെ ഇവിടെ നിന്ന് പോകാൻ നോക്കട്ടെ, പിള്ളേരോടൊക്കെ പറയാം ബൈ. ഇവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. चले हाँ भाई जी मैं चले हाँ ओके ठीक है भाई जी ओके ठीक है हाँ मैंने छोटा भाई किधर है? ഓയ് ബൈ. അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞിട്ടുണ്ട്, പോവാണ്. അപ്പം ശരി മക്കളെ, അടുത്ത പരിപാടി ബൈ. ആ അതെ ഓക്കെ, ഇനിയിപ്പോൾ പോവാ. അങ്ങനെ ഗുരുദ്വാരം ഇറങ്ങിയിട്ടാ. ഗുരുദ്വാരം ഇറങ്ങിയിട്ട് നോക്കുമ്പോഴേ നല്ല അടിപ്പം ക്ലൈമറ്റാ. നോക്കിയേ, നല്ല സുഖമായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ട് കണ്ടല്ലേ. സുഖസുന്ദരമായിട്ട് ചവിട്ടാം, അത്രയും നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. പക്ഷേ വേർക്കുണ്ട്, അത് പ്രശ്നമാണ്. എന്താ ചെയ്യാല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പരമാവധി 10 മണിക്ക് ഇറങ്ങിയത്. പരമാവധി കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യണം, അല്ലെങ്കിൽ പണിയാ. എവിടേക്ക് ഋഷികേശിലേക്ക് എത്ര 134 കിലോമീറ്റർ ഉണ്ട് ഇനി മൊത്തം. അങ്ങനെയാണ് പരിപാടി മക്കളെ, പറയണ്ട. ഇവിടൊക്കെ ഫുള്ള് നല്ല രസമായിട്ട് കാണാം, ഒരു മങ്ങിയ കാലാവസ്ഥയായിട്ട്. റോഡ് പക്ഷേ നീട്ടുള്ള റോഡിന് അറ്റം കാണില്ല, പക്ഷേ ടേണുള്ള കാരണം അറ്റം കാണില്ല, കാരണം നോക്കില്ല. ഇവിടെ കണ്ട കുറേ ചെമ്പരത്തികളുണ്ട് കേട്ടോ, പിങ്ക് കളറ്, ഇതാ ചുവപ്പ്, വെള്ള, മഞ്ഞ, കുറേ കളർ ചെമ്പരത്തി ഇവിടെ. ഇതാണല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ മറ്റേ മാലയിട്ട ഉപയോഗിക്കുന്നത്. കുറേ ടൈപ്പ് പൂവുകളുണ്ട് റോഡ് സൈഡിൽ വെച്ചുള്ളതുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ടൈപ്പ് ഉണ്ട്. രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് 2 ദിവസം അവിടെ നിൽക്കണ്ടായിരുന്നു. അമ്മതിരി മഴ നടന്ന് ഇതിന് നടന്ന കേട്ടാ. പക്ഷേ 1 മണിക്കൂർ കൊണ്ടന്നെ റോഡിൻ്റെ സൈഡിൽ മാത്രമേ വെള്ളമുണ്ട്, റോഡിലൊന്നും വെള്ളമില്ല. കണ്ടില്ല, മൊത്തം പറ്റി വരണ്ട്. 2 സൈഡ് നല്ല വെയിലാവുന്നില്ല, ചൂട് കാരണം മേടിച്ചെടുക്കുന്നത്. അയ്യോ ഫുള്ള് പാടങ്ങളാട്ടം സൈഡിൽ, പാടത്തൊന്നുമില്ല. വെള്ളച്ചമ്പൽ നമ്മൾ നോനാ വിചാരിക്കണ്ടെങ്കിൽ വെള്ളച്ചമ്പലത്തി എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലേ, വെള്ള, പിങ്ക്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും അവിടുന്ന് ചായ കുടിച്ചു കാലത്ത് തന്നെ. കാരണം ചപ്പാത്തിയും ചെറുപയറി നടന്നു. ഇവർക്ക് വല്ല കടലുപ്പേരിയെ മുതിരപ്പേരിയൊക്കെ വെച്ചുകൂടാല്ലേ. എന്നും ചെറുപയറ് എല്ലാം കുടിച്ചായിരുന്നു, ആരും മാറ്റി പിടിക്കണില്ല. അതാണ് കഴിച്ച് വയ്യാണ്ടായി. അപ്പോൾ ഇന്ന് അവിടേക്ക് എത്തുമ്പോൾ വേറെ ഗുരുദ്വാരം കിട്ടാന്ന് വെച്ചാൽ അതിൽ പടയ്ക്കാം, അത് നല്ലത്. ഇന്ന് പോയ ഗുരുദ്വാരത്താളെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായി. ഒരൊക്കില്ല, നമ്മൾ വന്നിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം പോയിട്ട് പേരൊക്കെ ചോദിച്ചിട്ട്, പേര് ചോദിക്കുമ്പോൾ ഗുരുദ്വാരത്തിൽ വന്നിട്ട് വേണം പേരൊക്കെ ചോദിക്കണേ. സാറെന്ന് വിളിച്ചാൽ
എപ്പോഴും സാറെന്ന് വിളിക്കാൻ പി ടി മാഷല്ലേ സാറെന്ന് വിളിക്കാൻ അങ്ങനത്തെ ഒരാൾക്കേരി എന്താ ചെയ്യുക ആദ്യമായിട്ടാണ് ഗുരുദാറിൽ ഇങ്ങനത്തെ ഒരാളെ കാണണേ മറ്റൊരു വന്നു കഴിഞ്ഞാൽ എന്നിട്ട് വന്നിട്ട് വർത്താനം പറയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കാത്ത ആറ്റിറ്റ്യൂഡ് ആധാർ കാർഡ് കാണണമെന്ന് പറഞ്ഞു ആധാർ കാർഡ് കാണിച്ചോർത്തപ്പോൾ ഇത് ഒറിജിനലല്ലാന്ന് ഞാൻ പറഞ്ഞു ഒറിജിനൽ കാണിച്ചത് എന്തപ്പോൾ ഇത് ഒറിജിനലാണ് ഇന്നലെ പോയത് ഇന്നലെ ഞാനാണ്ട് പോയത് അത് വേറെ കാര്യം സുദാലി അമ്പോളി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ എവിടെ ഉണ്ടല്ലോ അമ്പോളി തന്നെയല്ലേ ഇതിൻ്റെ അവിടെ നിന്ന് ആ അങ്ങനെ നമ്മൾ ഹരിയാന ഉത്തരാഖണ്ഡ് ബോർഡർ കടന്നു ഹരിയാന നേരെ ഉത്തരാഖണ്ഡിലേക്കുള്ള ബോർഡർ കടന്നുകൊണ്ടില്ല ബാക്കിലാണ് ചെക്ക് പോസ്റ്റ് എന്ന് പറയാൻ മാത്രമില്ല കണ്ടില്ല ഇവിടെ മൊത്തം കണ്ടെയ്നറുകളും റെയിൽവേ ട്രാക്ക് ഉണ്ട് അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലേ വെറുതെ അല്ല ടോൾ റോഡ് സ്റ്റാർട്ട് ഇനിയും ടോളുണ്ട് വേറെ ഇത് ടോളാർന്നില്ല കേട്ടോ ഇപ്പൊ കണ്ടത് ടോളാർന്നില്ല വെറുതെ മറ്റേ കട്ടൗട്ട് പോലത്തെ സാധനം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരിക അങ്ങനെ വഴി തന്നെയല്ലേ നമ്മൾ സംശയം സമയം 12 മണി ആവാറായി നല്ല ചൂടുണ്ട് അവിടുന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്ററിന് മുകളിൽ അതിൻ്റെ ഒന്നുണ്ട് സ്ട്രെയിറ്റ് റോഡാ കാലാവസ്ഥ ചൂടൊന്നുമില്ല പക്ഷേ ഹ്യൂമിഡിറ്റി നന്നായിട്ട് കിടന്ന് വേർക്കുണ്ട് നമുക്ക് കണ്ട റെയിൽവേ ട്രാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് റേസിംഗ് നോക്കാം കമ്മോണ മണ്ട പുലിയാവുണ്ട് ഹോയ് ഹോയ് എളുപ്പല്ല ഓ ഇറക്കണോ അങ്ങനെയാണ് പരിപാടി ഒരു അമ്പലം എന്തോ കാണുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കണ്ട അറ്റത്ത് വലിയൊരു സാധനം കാണാനുണ്ട് അമ്പലം തോന്നുന്നുണ്ട് കൊടി കുത്തിൻ്റെ മുകളിൽ എത്ര പാലം വെച്ചിട്ടാ ഫസ്റ്റത്തെ റെയിൽവേ ട്രാക്കാവുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പണ്ടത്തെ പാലാവുണ്ട് ഇത് അങ്ങോട്ട് പോകാനുള്ളത് അത് ഇങ്ങോട്ട് വരാനുള്ളത് എന്താ അല്ലേ ഇത് പുഴയാവുണ്ട് കേട്ടോ അവിടെ കല്ലൊതുക്കി വെച്ചിട്ട് കാണാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പുഴ ഉണ്ടല്ലേ അവിടെ പുഴയിൽ വെള്ളം കുറവാ മഴയൊക്കെ പെയ്യുന്നുണ്ട് വെള്ളം കുറവാ പാലത്തിനടിയിലൊക്കെ ആൾക്കാർ ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കണ്ടോ ആൾക്കാരുണ്ട് അവരൊക്കെ ശരിക്കും സമ്മതിക്കണം അല്ലേ പെട്ടെന്ന് പോയാലാണ് വെള്ളം കുടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവർ പോവില്ലേ അവർക്ക് അറിയുണ്ടാവും ഏകദേശം കണ്ട അപ്പുറത്തെ പാലത്തുമ്പോൾ ട്രാക്ടറിൽ മറ്റേ പുല്ല് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ അതിൽ മൊത്തം ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ടാണല്ലോ പക്ഷെ അടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വലുതാ അയ്യോ ഇവിടെ എന്തോ ഒരു ടെമ്പിൾ ഉണ്ട് ഇതും ചെക്ക് പോസ്റ്റാണ് അവിടെ അമ്പലത്തിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട്
ഫുഡ് എല്ലാം കൊടുക്കണ്ടാണോ? ഇല്ല, ഒക്കെ കാര്യ ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ചേർക്കാം. മലപ്പുറം നോക്കിയാൽ തപ്പല്ലേ, മലപ്പുറം പോലെ വലിയ ആൾക്കാർ അവിടെ അവിടുത്തെ സൈക്കിൾ വന്നിട്ട് സൈക്കിള് ഒരാൾ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് ഫുള്ള് കെട്ടിയിട്ട്. ചെക്ക് പോസ്റ്റ് പോലെ എന്തോ ഓടൊന്നും കാണാനില്ല. ബോർഡറാണ് പറഞ്ഞത്, ഇപ്പോൾ ബോർഡർ അല്ല. ഇനി സംശയം ഈന്തപ്പഴമുണ്ടെങ്കിൽ പറയാൻ നമ്മളൊക്കെ ചെറുതാണ്. അവിടെ ഒരു വലിയ ബോർഡ് ബാനർ വന്നിട്ടുണ്ട് മുകളിൽ, നോക്കി കഴിഞ്ഞാൽ അറിയാം. ഹരിദ്വാറിലേക്ക് എത്ര 100 കിലോമീറ്റർ കണ്ണാണ്ട് പിടിയില്ല കേട്ടോ. കാഴ്ച കണ്ണാണെങ്കിൽ വയസ്സായ കാരണമുണ്ട്. ഇവിടെ നോക്കിയാലും ദാപ്പം കഴിഞ്ഞിട്ടുള്ള ഹരിദ്വാറിൽ 105 കിലോമീറ്റർ. അപ്പോൾ ആദ്യം കൊണ്ട് ഹരിദ്വാറിലേക്ക് കേരള ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓക്കെ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിചാരം പറഞ്ഞാൽ ഈ മോശമായിട്ട് പറയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുക അമ്പലങ്ങളിലേക്കാ. ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് 2-3 സ്റ്റേറ്റ് കടന്നിട്ട് അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ എല്ലാവരുടെ വിചാരം നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകാമെന്ന്. ഇപ്പോൾ ചോദിച്ചത് കേദാർനാഥിക്ക് പോകാമെന്നാണ്. അയാളോട് നിർത്തിയിട്ട് എന്തെങ്കിലും ചോദിക്കാനാവോ? ID പ്രൂഫിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക്. അല്ല ID പ്രൂഫേ മറ്റേ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ. और व्हाट्स नेम? रजित। आपका नाम क्या है? रोहित। रोहित, मेरा नाम रजित है। ठीक, ओके बाय। ओके एक साफ है फिर। हाँ मजा आई इतनी ओके। ചിലവരെ മാറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ ജാതി മുന്നെപ്പോഴും അറിയണ പോലെ തോന്നുന്നു ചിലവരെ കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ ഒന്നിട്ട് വർത്താനം പറയും. ഇപ്പോൾ ആൾ കണ്ടില്ല, സിമ്പിളായിട്ട് വന്ന് വർത്താനം. ചിലവർ വെറുതെ വന്നിട്ട് വെറുതെ ഷോർന്ന് പറഞ്ഞാൽ പറയും. ആളൊക്കെ കുറച്ച് ഒരു മര്യാദ ഉണ്ട് അങ്ങനെ. അയ്യോ ഇത് പള്ളിയാണത്. ഹരിദ്വാർ യൂണിവേഴ്സിറ്റി. ഹരിദ്വാർ യൂണിവേഴ്സിറ്റി പള്ളിയായിരുന്നു. ऋषिकेश ओके. ആള് വീണ്ടും വന്നിട്ട് ചോദിക്കുന്നത് രസമാണ്. അയ്യേ അങ്ങനെ നമുക്ക് വീണ്ടും കുറച്ച് ദൂരം കൂടി ചവിട്ടാം. അതിലൊക്കെ റെസ്റ്റ് എടുക്കാം. എണ്ണ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കണ്ടില്ലേ ഹോട്ടലിൽ. ഈ ഹോട്ടലിൻ്റെ അവിടെ ഒന്നും നടന്ന സൈക്കിളൊക്കെ അവിടെ വെച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് സെറ്റായിട്ട് അങ്ങനെ. ये बिरयानी का नाम क्या है? ये कौन सा बिरयानी है? मेरठ वाला बिरयानी है ये. देखो കണ്ടില്ലേ ബിരിയാണി. അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ കഴിച്ചത് ഇവിടെ കിലോനാണ് കേട്ടോ. 50 രൂപയ്ക്ക്
₹50 के कितना 100 ₹50 के कितना 250 250 ഗ്രാം 50 രൂപയ്ക്ക് അങ്ങനെ 250 രൂപയ്ക്കുള്ള അല്ല 250 ഗ്രാം ഞാൻ കഴിച്ചു. അങ്ങനെ ഇനി ഇവിടുന്ന് പോകാൻ നോക്കുകയാണ്. ഷൂ ഒന്നും ഉണങ്ങിയില്ല അതുകൊണ്ട് ഇപ്പോഴും കേട്ടോ. ഷൂ അപ്പം നനഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല വെയിലുണ്ട്. പക്ഷേ ഇതൊരു ഉണങ്ങിയിട്ടില്ല ഷൂ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് റോക്കി കൂടിയിട്ടുള്ള വഴിയുണ്ട്. ഇത് വേറെ അപ്പുറത്തോടുള്ള വഴിയുണ്ട്. ഈ വഴി പോകാൻ വെച്ച് കഴിഞ്ഞാൽ 125 കിലോമീറ്റർ ഉണ്ട്. അപ്പുറത്തെ വഴി പോകാൻ വെച്ച് കഴിഞ്ഞാൽ 103 കിലോമീറ്റർ. അത് ഋഷികേശിക്ക് കിട്ടാം. അങ്ങനെ പിന്നെ ഇവിടുന്ന് മേലെ ഹരിദ്വാറിലേക്ക് 10-70 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളതുകൊണ്ട്. അപ്പോൾ ശരി പോകാൻ നോക്കട്ടെ. നല്ല വെയിലായിട്ട് ഇപ്പോൾ രക്ഷയില്ല. ഇവിടെ കുറേ നേരം കിടന്നു ഇനി മെല്ലെ പോകാൻ നോക്കട്ടെ. അപ്പോൾ ശരി സാധനങ്ങളൊക്കെ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു തെറ്റുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡല്ല ഉത്തർപ്രദേശാണ്. UP വഴിയാണ് ഉത്തരാഖണ്ഡിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് നേരെ ഹരിയാന അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നേരെ ഉത്തരാഖണ്ഡിലേക്ക് എത്തുന്നുള്ളതായി. ഇപ്പോൾ മറ്റേ ഫോൺ വെച്ചിട്ട് നോക്കണ പരിപാടി കുറവാണല്ലോ. മറ്റേത് ഇവിടെ എപ്പോഴും ഫോൺ ഉണ്ടാവും. ആ ഫോൺ വെച്ചിപ്പോൾ നാട്ടിൽ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് കാരണം ഒരു ഊഹത്തിലൊന്ന് പറഞ്ഞായിരുന്നു. ബോർഡർ കഴിഞ്ഞത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ UP വഴിയെ പോകുന്നതാണ് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അങ്ങനെ മെയിൻ ഹൈവേന്ന് വേറൊരു കുറച്ചുള്ള വഴിയാണ്. മറ്റേതിന് അത്ര വെയിലുള്ളിലാവുണ്ട് ഇവിടെ എന്തായാലും. അത് രണ്ടോ സൈഡിൽ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഈ വഴിയാകുമ്പോൾ 103 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു ആ റോട്ടിൽ നിന്ന്. മറ്റേ വഴിയാകുമ്പോൾ 125 കിലോമീറ്ററിന് അടുത്തുണ്ടാവും. റൂക്കി വഴിയാണ് എന്താ പറയുക അപ്പുറത്തെ വഴി. അത് സ്ട്രൈറ്റ് ഹൈവേ കേട്ടാ. ഇപ്പോൾ 20 കിലോമീറ്റർ ലാഭമില്ല ഞാൻ ഉള്ളിൽ കിടത്തെ. ഈ വഴി പോയി കഴിഞ്ഞാൽ കയറ്റുമ്പോൾ അറിയില്ല. അത് വേറെ കാര്യം. പോയൊക്കെയൊക്കെ എന്തായാലും അങ്ങനെ ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെയിലുണ്ട്. വേർക്കണമൊക്കെ ഉണ്ട് നന്നായിട്ട്. മോശമൊന്നുമില്ല. ഈ വഴിയിലാച്ചാൽ കണ്ടമാനം സൈക്കിൾ ഷോപ്പുകൾ കാണാൻ കിട്ടുക. എന്താണാവോ ഫുള്ള് സൈക്കിളിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയ്ക്ക് സൈക്കിൾ അത് ഇങ്ങനെ സൈക്കിൾ ഷോപ്പൊന്നും കാണാറില്ല. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. കണ്ടില്ലേ ഇത് നല്ല റോഡാട്ടാ. നേരത്തെ ക്ലൈമറ്റും കൂടെ എനിക്ക് സൂപ്പറായിരുന്നു. നേരത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ നേരത്തെ ഇവിടെ എത്തണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ കുറച്ച് നേരം സൈക്കിൾ ഓടിട്ടേട്ടാ. എന്നിട്ട് വരാട്ടാ. ആഞ്ഞ് പിടിക്കണം. അതേ ശരിയാവില്ല. 50 കിലോമീറ്ററിൽ ചവിട്ടണം അല്ലാണ്ട് റെഡിയാവില്ല. ഇന്നലെ കുറച്ച് കിലോമീറ്റർ ചവിട്ടിനാണെന്നുള്ളൂ. അധികം ചവിട്ടിനാണെന്നില്ല. നോക്കട്ടെ എന്തായാലും. കേരള ഋഷി ഉത്തരാഖണ്ഡ് നല്ല അടിപൊളി വഴി കഴിഞ്ഞിട്ടത് നോക്കിയേ. സൂപ്പർ വഴി എന്നറിയില്ല. 5 മണി കഴിഞ്ഞിട്ടൊക്കെ ജനം പോണെങ്കിൽ ജാതി രസമാവും. അങ്ങനെ നമ്മൾ എന്നിട്ട് സഹറാൻപൂർ എന്നാണെന്ന് പറഞ്ഞുള്ളൊരു ടൗണിലെത്തിയിട്ടാ. കുറച്ചും കൂടിയും വലിയ ടൗണാണ്. ഞാൻ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നിട്ട് ആ വീഡിയോ എടുക്കണേ. അത്യാവശ്യം വലിയ ടൗണാണ്. സിഗ്നലായിട്ട് സിഗ്നൽ കിടക്കണം. നമുക്ക് ആദ്യം സിഗ്നലിൽ പോസ്റ്റായി. സിഗ്നലൊന്നും പ്രശ്നമില്ല. ഇതൊന്നും ബാധകമെല്ലാം കൊണ്ട് ആരും സിഗ്നലിൽ നിർത്തണമെന്നില്ല. നമുക്ക് പോവാം. വെറുതെ നിന്നിട്ട് ഇപ്പോഴത്തെ കാര്യം. എല്ലാവരും സിഗ്നലിൽ നിൽക്കണം. നോക്കണമെന്നില്ല. പകുതി ആൾക്കാർ നിൽക്കുക, പകുതി ആൾക്കാർ പോകും. നമ്മളെന്തിനു നിൽക്കണേ? ഇല്ല
കാര്യമൊന്നുമില്ല. റാൺപൂർ അങ്ങനെ പറഞ്ഞൊരു സ്ഥലമാട്ടത്. അത്യാവശ്യം വലിയ സ്ഥലം തോന്നുന്നുണ്ട്. നമ്മളൊരു വഴി കൂടെ പോകണ കാരണം മാത്രമേ കറക്റ്റായിട്ട് എന്താ അറിയില്ല. മരമുള്ളി നടത്തില്ല റോഡിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നിൽക്കുക. കടവടൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഗുരുദ്വാരം ഉണ്ടാവണോ? ഒരു 2 കിലോമീറ്റർ ബാക്കിൽ നോക്കിയപ്പോൾ ഒരു ഗുരുദ്വാറിൻ്റെ ആവുന്നു. 2 കിലോമീറ്റർ ബാക്കിക്ക് എന്തായാലും പോകണില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഫ്രണ്ടിക്ക് തന്നെ പോകാൻ വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ അത് മെയിൻ ഗുരുദ്വാരയെന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കണം സ്ഥലമെന്ന് പറഞ്ഞാൽ ആ ഗുരുദ്വാര. ഞാൻ അപ്പം എന്തായാലും അങ്ങോട്ട് ഇനി തിരിച്ചു പോകണില്ല. ഇപ്പം നേരെ തന്നെ പോകാൻ വിചാരിച്ചു. നേരെ പോകാൻ കുറച്ച് നല്ലത്. 3:30-4 മണി പറയുന്നുണ്ട് സമയം. 5 മണിയാകുമ്പോഴേക്കും നിർത്താണ്ടായിട്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് പരിപാടികൾ നോക്കണം. ഇവിടുന്ന് എങ്ങോട്ടാണാവോ? തന്നെയാവൂല വഴി. ഇവിടെ എന്താ മൺപിറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തോ മൈക്കിൽ വിളിച്ചറിയേണ്ടത്. നമുക്ക് ചോദിച്ചോക്കാം. അവിടെ എൻ്റെ ഗുരുദ്വാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചോദിച്ചോക്കാം അല്ലേ? അതാവും നല്ലത്. ഗുരുദ്വാരം കളറിങ് തന്നെ കളർ മഞ്ഞിട്ടുള്ളതാണ്. भाई इधर कोई गुरुद्वारा है? गुरुद्वारा तो अम्बाला रोड की है। अम्बाला रोड ये रोड में नहीं? इधर कोई नहीं? ओके. ഇവിടെ നിന്നില്ല എന്നാ പറയണേ. നമുക്ക് നേരെ പോവാ. കുട്ടിയോടത്തോടൊക്കെ അതിൻ്റെ ഭാഗം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഗുരുദ്വാരുണ്ടെങ്കിൽ ഗുരുദ്വാറിൽ എടുക്കുക, അല്ലെങ്കിൽ കുട്ടിയോടത്ത് എടുക്കുക. അങ്ങനെയാണ് പരിപാടി. രാജ് ഹോസ്പിറ്റൽ കണ്ടില്ല? വേണ്ട കേട്ടോ, രാജ് ഹോസ്പിറ്റൽ ഫാർമസി. നല്ല ഏരിയ കേട്ടത്. നമുക്കേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇന്ന് ടെൻ്റ് അടിച്ചിട്ടുള്ള പറഞ്ഞാൽ ഗംഗൽഹേരി അങ്ങനെ എന്താ പറഞ്ഞില്ല കേട്ടോ. ഉത്തർപ്രദേശ് ബോർഡറൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ട് ഒരു അമ്പലമാണ്. അമ്പലത്തിലാണ് ടെൻ്റ് അടിച്ചുള്ളത്. കണ്ടില്ല? അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ടെൻ്റ് അടിച്ചുള്ളത്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കണ 2 ആൾ കണ്ടില്ലേ? ആ നിൽക്കണ ആൾ വന്നിട്ട് ആദ്യം വന്നിട്ട് ഷാദി ഡയലോഗൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസ് ആണെന്നുള്ള രീതിയിലാണ് എന്നോട് വർത്തമാനം പറഞ്ഞു നടന്നത്. അവിടെ ഒരു പൈപ്പ് കണ്ടില്ലേ? ആ പൈപ്പിൻ്റെ അവിടെ കുളിക്കാൻ 5 മണിക്ക് കുളിക്കണം, അല്ലെങ്കിൽ പിന്നെ കുളിക്കരുത്, അല്ലെങ്കിൽ ഈ പുറത്തേക്ക് പോക്കോന്നൊക്കെയുള്ള ഡയലോഗ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്പലത്തിലായ കാരണം നേരത്തെ കുളിക്കണം എന്നാണ് വിചാരിച്ചു കൂട്ടാ. അങ്ങനെ ആൾ പറയുക അമ്പലത്തിലായ കാരണമല്ല, അല്ലെങ്കിലും നീ പുറത്ത് പോയിട്ട് കുളിച്ചാൽ എന്നുള്ള റൂള്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതാണെന്ന്. അങ്ങനെ ആൾ വേറൊരാളെ വിളിച്ചു പറഞ്ഞൊരു ചെറിയ ചെക്കൻ നടന്നു. ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 10-30 വയസ്സിനുള്ളിലുള്ളത്. അങ്ങനെ അവനെ വിളിച്ചിട്ട് അവനോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തോണ്ട് അവൻ പറയുക രാവിലെ കുളിക്കാൻ 5 മണിക്ക് കുളിക്കണം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പൈപ്പുണ്ട്, അമ്പലത്തിൻ്റെ പുറത്ത് റോട്ടിൽ പൈപ്പുണ്ട്, അവിടെ കുളിച്ചു കഴിയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തേന്ന് ചോദിച്ചു. ഞാൻ കുളിക്കണമൊന്നുമില്ല, ഞാൻ രാവിലെ കുളിക്കൽ ഇത്ര നേരത്തെ കുളിക്കണം നടക്കില്ല, ഞാൻ വൈകുന്നേരം കുളിച്ചുകൊണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ രാത്രി കുളിക്കാൻ പറഞ്ഞപ്പോൾ ആൾ പറയാം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഡ്രസ്സിനുള്ളിൽ ഇട്ടിട്ട് വരച്ചിട്ട് ഇതാക്കണമെന്നൊന്നും ഇവിടെ നടക്കണ പരിപാടിയല്ല, നിങ്ങൾ മുസ്ലിംസ് അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വർത്താനം. ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം എന്നല്ല, എന്ത് മുസ്ലിംസ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ ചെയ്യുക, നിങ്ങളും കുളിക്കുമ്പോഴതല്ലേ ചെയ്യാന്ന് ചോദിച്ചു.
അപ്പോൾ അയാൾ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ വിട്ടു. അങ്ങനെ ID കാർഡൊക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ ID കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. ID കാർഡൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ആകെ വിട്ടുന്നായി. പിന്നെ മിണ്ടനിലെ വന്നിട്ട് മനസ്സിലായ ഒരുമാതിരി ഹിന്ദുക്കളും മുസ്ലിം എന്നുള്ള ശരിക്കുള്ളത് സാധനമില്ലേ UP-ൽ കയറിയിട്ട് ഫസ്റ്റത്തെ സ്റ്റേയാണ് ഈ നിലയ്ക്കാണ് ഇയാൾ വർത്തനം കണ്ടില്ലേ. എനിക്ക് ആകെ എന്താ പോലെ ചടഞ്ഞു. ഞാൻ എനിക്ക് ആദ്യം ഭാഷ മനസ്സിലാവാത്ത കാരണം എന്താന്ന് മനസ്സിലാവുന്നില്ല. 5 മണിയാകുമ്പോഴേക്കും കുളിച്ചോ അല്ലെങ്കിൽ പുറത്ത് പോയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഈ താടി മുടിയൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിംസിൻ്റെ കെട്ട് ഇതല്ലേ. അങ്ങനൊന്നും പറയണ്ട. ഒരുമാതിരി ചൊക്ലിടാവുകയും ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് സ്റ്റേ തരുമെന്ന് ചോദിക്കണ നേരത്ത് വീഡിയോ കൈ പിടിച്ചിട്ട് പോയി എടുക്കുന്നത് മോശമല്ലേ. അത് കാരണമാണ് കൂടുതൽ വർഷം ഉണ്ടായത്. അങ്ങനെ അയാൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോത്തേക്ക് പോലും നോക്കണില്ല. ഇപ്പോൾ നമ്മളെ ID കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ വിളി. പിന്നെ ഇയാൾ മോത്തേക്കും വിളി ജന്മമുണ്ടെങ്കിൽ അങ്ങനെ മറ്റേ ചക്ക വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ അമ്പലത്തിൽ നിൽക്കണ കാരണമാണ് കുളിക്കേണ്ടതെന്നുള്ളത് ചോദിച്ചോട്ടെ ഞാനോട്. അപ്പോൾ ആൾ പറയുക അതൊന്നല്ല, ആള് അങ്ങനെ ചിരിച്ചിട്ട് കാര്യമാക്കണ്ടെന്നുള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ വന്നിട്ട് നേരെ പിന്നെ ടെൻ്റ് അടിച്ചു അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കണ്ടില്ല. ഇയാളെ ഇവിടുത്തെ മെയിൻ ആളെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പൂജാരി എന്നല്ല ഇവിടെ മെയിനായിട്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടെൻ്റ് അടിച്ചുള്ള കണ്ടില്ലേ. ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തപ്പോൾ ലീക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചിട്ടില്ല, കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ഇപ്പോൾ മുകളിൽ നനവ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ വീഴുമോ എന്നുള്ളത് അറിയില്ല. അതാണ് പ്രശ്നം ഇപ്പോൾ. അങ്ങനെ ഇതാണ് നമ്മുടെ ആള്. ഞാൻ ആളൊന്ന് കാണിച്ചു തരാട്ടോ. ഞാൻ ഒന്ന് കണ്ട മുതലേ കാണിക്കാൻ മുതലേ ഓരോ സ്ഥലത്തെ ആൾക്കാരെ കാണണത് നല്ലതല്ലേ. ഇതാണ് മന്ദിർ. ये इधर कोई होटल है गाने का? हाँ वहाँ आगे जाकर जो शॉप है ना वो आगे जाओ. हाँ ये सेंटर पे राइट साइड है. वो जो ये बोर्ड है. ये बोर्ड है. बोर्ड के नीचे है. नीचे बुंदू. हाँ ओके मेरे सामान सही है तो हाँ मैं കാണിക്ക് പറഞ്ഞായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൾ സെറ്റായില്ലേ. എന്താ ചെയ്യാലോ ഓരോരുത്തരുടെ തനി സ്വഭാവങ്ങൾ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് ഹോട്ടലിലേക്ക് അറിയുകയൊക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞ ഹോട്ടലിൽ പോയി ഞാൻ കഴിക്കണമെന്നില്ല. ഞാൻ വെറുതെ പേരിൽ ചോദിച്ചാൽ അയാളോട് വർത്താനം പറയുമെന്ന് അറിയണ്ടേ. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. നോക്കട്ടെ എന്തായാലും. ഇവിടെ ഹോട്ടലിൽ നോക്കി പോവാൻ ചെയ്യും.